ടാറ്റാ. ഫ്ലോ കളയല്ലേ. ശരി ടാറ്റാ. നമ്മുടെ സ്പെഷ്യൽ ട്രിപ്പ് രാവിലെ 11 മണിക്ക്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പറ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് നാട്ടിലെ സർവീസ് ബോട്ടിൽ ഒന്ന് യാത്ര ചെയ്യാൻ പോകാം. അപ്പൊ അതെ ഞങ്ങള് റെഡി ആയിട്ട് ചേട്ടൻ ഞങ്ങളെ ചങ്ങനാശ്ശേരിയിൽ ബോട്ടിയെട്ടിയിലോട്ട് കൊണ്ടുപോവാ. അവിടുന്ന് കിടങ്ങറ ബോട്ടിയെട്ടിയിലേക്ക് ഞങ്ങൾ വരും. നല്ല വെയില്. നട്ടിച്ച 12:30ക്കാണ് ബോട്ട്. ദേ പോവാ. അപ്പം ഇതാണ് വീടിന്റെ അവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് ചങ്ങനാശ്ശേരി AC റോഡാണ്. ചങ്ങനാശ്ശേരി നേരെ അങ്ങോട്ട് ആലപ്പുഴ റോഡ്. സോ നമ്മൾ നേരെ അങ്ങോട്ടാണ്, ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത്. ചങ്ങനാശ്ശേരി ചന്തക്കകത്ത ബോട്ട് ജെട്ടിയിലാണ് നമുക്ക് പോവേണ്ടത്. കോണ്ടൂർ കഴിഞ്ഞു. അപ്പൊ ചേട്ടൻ്റെ ഒക്കെ കടയും ചിക്കിങ്സും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ കുരിശടിയുടെ അപ്പുറത്തുനിന്ന് ലെഫ്റ്റ് എടുക്കും പുഴപാതയിലേക്ക്. അത് ത്രൂ നമ്മൾ ചന്തയിലേക്ക്. അങ്ങനെ ചന്ത എത്തി. നമുക്ക് പോകാനുള്ള ബോട്ടാട്ടോ ആ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം 5 വിളക്കിന്റെ നാട് ചങ്ങനാശ്ശേരി. ഇതാണ് ചങ്ങനാശ്ശേരി ചന്ത. സ്ഫടികം സിനിമയിലെ വളരെ പ്രശസ്തമായ സ്ഥലം. ബോട്ട് ഇപ്പൊ വരും. നമ്മുടെ ബോട്ട് സ്റ്റേഷൻ എത്തി. നമ്മുടെ ബോട്ട് ഇപ്പൊ വരും. ദേ ഇവിടെ. അപ്പോൾ ഇന്നത്തെ യാത്ര ഞാനും കുഞ്ഞൂടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ 2.5 വയസ്സ്. അവന് ഏകദേശം ചോറ് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് അമ്മ ഇവനെ കൊണ്ട് പുറകിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ബോട്ട് കാണിച്ചിട്ടൊക്കെ ചോറ് കൊടുക്കായിരുന്നു. അന്നോട്ട് ഇവന് ബോട്ട് പോകുന്ന സമയത്ത് ഓടിച്ചെന്ന് ഇറങ്ങിയിരുന്ന് അത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അവനെ കൊണ്ടങ്ങ് പോകാമെന്ന്. ഇപ്പോൾ ആകുമ്പോൾ ഒരൊറ്റ സർവീസേ ഉള്ളൂ, ചങ്ങനാശ്ശേരി ചന്തയെന്ന്. ഇത് കാവാലം വരെ പോകുന്നതാണ്. നമ്മളിപ്പം കിടങ്ങറയിൽ ജെട്ടിയിൽ ഇറങ്ങും. ഇതിനകത്ത് കൂടുതലും ഇപ്പം ഈ ചന്തയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വരുന്നവരൊക്കെ ഉള്ളൂ, അധികം ആരും ഇല്ല. സംഭവം കറക്കി തുടങ്ങി. അറിയുന്നില്ല. അച്ഛൻ നിൽക്കുന്നുണ്ടോ? ടാറ്റ എടുത്തേ. ടാറ്റ.
ചാർജ് കുറവാ. ഇപ്പൊ ഞാൻ ആദ്യം തിരക്കേ ഇല്ല ബോട്ടില്. എനിക്കാണ് 2018 പ്രളയത്തിന് തൊട്ട് മുമ്പ്, ഒരു മാസം മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പാണ് റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം കയറി, ഏകദേശം മുട്ടിന് മേലെയൊക്കെ AC റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ റോഡ് പണിയൊക്കെ കഴിഞ്ഞത് കാരണം അധികം വെള്ളം റോഡിൽ കയറൂല. അപ്പോൾ നമുക്ക് വണ്ടി സർവീസൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ അമ്മയൊക്കെ കൊണ്ടുവരാനായിട്ട് വീട്ടിൻ്റെ അവിടുന്ന് ഒരു വള്ളത്തേൽ ഇതുപോലെ ഈ ജംഗ്ഷനിലെത്തി. അത് ഞാൻ മുന്നോട്ട് വീഡിയോസിൽ കാണിക്കും. ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം, ഈ ബോട്ട് പോകുന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഞങ്ങളുടെ വീട്ടിലോട്ട് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ. അങ്ങനെ വന്നിട്ട് ബോട്ട് കയറിയപ്പോഴോ എല്ലാവരും എങ്ങനെയെങ്കിലും കരയ്ക്ക് കയറണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളല്ലോ. അപ്പം ബോട്ടിലാണ് നിൽക്കാനും പോലും സ്ഥലമില്ലാതെ ബോട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ അവസ്ഥയായിരിക്കും. അതുപോലെ വെള്ളമോ ഭയങ്കര കൂടുതൽ. പേടിച്ചായിരുന്നു അന്നൊക്കെ ബോട്ടിൽ യാത്ര ചെയ്ത് ചങ്ങനാശ്ശേരി വന്നിട്ടുള്ളത്. ചെങ്ങാടം നമ്മളിതേ കയറിയിട്ടില്ലല്ലോ. ഓരോ ദിവസം നമുക്ക് ഇതേ കയറാമേ കേട്ടോ. ഒരു ദിവസം നമുക്ക് ചെങ്ങാടത്തെ കയറാമേ കേട്ടോ. ഇതാണ് വല. ഇത് ചങ്ങനാശ്ശേരിയൊക്കെ അപ്പുറത്ത് ആ റോഡ് ഒക്കെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മുടെ ചങ്ങനാശ്ശേരി റോഡൊക്കെ വരുന്നത്. അവൻ ചാടി എണീക്കരുത് കേട്ടോ കേട്ടോ. വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഇത്. 5 കിലോമീറ്റർ റോഡിൽ പോവാണെങ്കിൽ 5 കിലോമീറ്ററോളം സ്ഥലമാണ് ഇത്. നമ്മളിപ്പോ 12:30-ക്ക് കയറി ഒരു 1 മണിയുടെ അടുത്ത് എനിക്ക് ചെല്ലേണ്ട കിടങ്ങറ എത്തും. ഫ്ലോ കളയല്ലേ. നമ്മുടെ സ്പെഷ്യൽ ട്രിപ്പ് രാവിലെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലാണ് സ്പെഷ്യൽ ട്രിപ്പ് ഉള്ളത്. പെർ ഹെഡ് 200 രൂപയാണ് റേറ്റ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം 2 ട്രിപ്പാണ് ഉണ്ടാകുന്നത്, 11 മണിക്കും 3 മണിക്കും. നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് നമ്മുടെ മെയിൻ സ്ഥലങ്ങളായ കിടങ്ങറ പള്ളി, ബെത്ലഹേം പള്ളി, മിഖായിൽ പള്ളി, കൃഷ്ണപുരം അമ്പലം, പിന്നെ നമ്മുടെ ഫേമസ് നമ്മുടെ കവിയായ കാവാലം നാരായണപുരി സാറിൻ്റെ വീട്, അതുപോലെ പല പല ഷൂട്ടിംഗ് ലൊക്കേഷൻ, കാവാലം ഏരിയ, ഇത് മൊത്തം കവർ ചെയ്ത് നമ്മൾ രാജപുരം എന്ന് പറയുന്ന സ്ഥലം വരെ എത്തിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഇപ്പോൾ രാവിലത്തെ ട്രിപ്പിൽ, ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് അവിടെ കാവാലത്ത് ഫുഡ് കഴിക്കാനല്ല, രാജപുരത്തെ ഫുഡ് കഴിക്കാനുള്ളൊരു സമയമുണ്ട്. അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാം. പിന്നെ അവിടുത്തെ പാടം, അവിടുത്തെ ഭംഗി കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനുള്ളൊരു സമയമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് രണ്ടാമത്തെ ട്രിപ്പ് 3 മണിക്കാണ്. സെയിം ഏരിയ തന്നെയാണ് കവർ ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ചെറിയൊരു ടീ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. ഈ 2 ട്രിപ്പും എല്ലാ പൊതു ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഉണ്ടായിരിക്കുന്നതാണ്. പെർ ഹെഡ് 200 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ആണ് റേറ്റ് വരുന്നത്. നമ്മൾ നോൺ സ്റ്റോപ്പ് പോലെ നമ്മളിവിടെ നേരെ എടുത്ത് നേരെ നമുക്ക് ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പാട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ആൾക്കാരെ ബ്രീഫ് ചെയ്ത് നമ്മളെ ബോട്ടിൻ്റെ യാത്രകളും ബോട്ടിൻ്റെ എങ്ങനെയാണ് ബോട്ട് നടന്നു പോകുന്നതും ബോട്ടിൻ്റെ എൻജിൻ സൈഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും കുട്ടനാടിൻ്റെ ഈ ഗ്രാമീണ പ്രദേശങ്ങളിലും കൈത്തോടുകളും എല്ലാം കവർ ചെയ്ത് വരുന്നൊരു മനോഹരമായ ഒരു യാത്രയാണ്. മാക്സിമം പ്രകൃതി മാക്സിമം നമുക്ക് കാണാം. ഇവിടുത്തെ നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം, അവരെ മീൻപിടുത്തം, അവരെങ്ങനെയാണ് അവരുടെ ഓരോ ദിവസത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന മനോഹര യാത്രയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പം തൽക്കാലം നമ്മുടെ ഈ ബോട്ട് വെച്ചാണ് ഇപ്പോൾ നമ്മളിപ്പം കവർ ചെയ്ത് പോകുന്നത്. ഉടനെ തന്നെ പുതിയ മനോഹരമായ മറ്റൊരു ബോട്ട് വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതിന് ടൈം മാറ്റും, അല്ല ടൈം ചേഞ്ച് ചെയ്തോ കൂടുതൽ ആൾക്കാർക്ക് എന്താണോ ആവശ്യം അത് കണക്കാക്കി എടുത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ബൾക്കായിട്ട് ഒരാളുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ആ ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ട് ബുക്ക് ചെയ്യാം. പൊതു അവധി ദിവസങ്ങളിൽ എല്ലാവർക്കും ഇപ്പം കഴിഞ്ഞ ആഴ്ച നമുക്ക് ജനുവരി 26 റിപ്പബ്ലിക് ഡേ അന്ന് ഒരു ടീം മാത്രം നമ്മുടെ ട്രിപ്പ് എടുത്തു. അവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് നമുക്കത് യാത്ര ചെയ്യാം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൂടെ ഞാൻ തരാം.
ചാനലിൽ ഈ വീഡിയോ എങ്ങാനും നല്ല വ്യൂ അടിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെലവ് തരുന്നതായിരിക്കും. ഒരാൾ കയറാനുണ്ട്. അത് കൊക്കാണ്. കൊക്കുണ്ട്, നീർക്കാക്കയുണ്ട്. വേണ്ട, അതാ നീർക്കാക്ക. കണ്ടോ, പറന്നു പോകുന്നുണ്ട്. മാങ്ങ. നമ്മുടെ മെമ്പറിന്റെ വീട്, പഴയ വീട്, ഇപ്പൊ ഇതല്ല, സുഭാഷ് മെമ്പറിന്റെ വീട്. അല്ല സോറി, സുഭാഷ് മെമ്പറിന്റെ വൈഫാണ്. ഇത് അങ്ങോട്ട് ഓടേറ്റി എന്ന് പറഞ്ഞ സ്ഥലം. ഏറ്റവും കൂടുതൽ അന്നൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്, കണ്ടെത്തി പോകാൻ വേണ്ടി. അടുത്ത സ്റ്റോപ്പായി പുതുവെല്ല് സ്റ്റോപ്പായി. പുതുവെല്ലിന്റെ അപ്പാപ്പി ഇറങ്ങുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പായി. ഇവിടെ ആളാണ്. അയ്യോ, ഓൾമോസ്റ്റ് നമ്മൾ എത്താറായടാ കുഞ്ഞ്. സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നു. ശരി, ടാറ്റാ. നമ്മൾ അവിടെ നോക്കിയാൽ കാണില്ല കുഞ്ഞെ ഇങ്ങോട്ട്. നമ്മൾ അവിടെ നോക്കുമ്പോ ബോട്ടൊക്കെ പോകുന്ന കാണത്തില്ലേ, അതാ ഇവിടെ ഈ സ്ഥലം അത് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കത്തില്ലേ, വീട്ടിൽ നിന്ന് നോക്കുമ്പോ കാണുന്ന സ്ഥലങ്ങളാണിത്. ആ, അവിടെ നിന്ന് ഒരു ചേച്ചി കയറാറുണ്ട്, രാജ ചേച്ചി. അതിന്റെ അപ്പുറത്തെ ഭാഗങ്ങളാണ് നമ്മുടെ വീട്. ആയി ഷീറ്റിട്ടേക്കുന്ന വീട് കാണാതെ. പോകാറായേ, നമ്മൾ ഇറങ്ങാറായി കേട്ടോ. നമ്മൾ ഇറങ്ങാറ് ആയി, നമ്മൾ ഇറങ്ങാൻ പോവാ. അച്ഛ ഇപ്പൊ വരും. അച്ഛ കാണാം. അപ്പൊ ബൈ ബൈ പറയാൻ സമയം. ബൈ പറഞ്ഞേ, ബൈ നോക്കി പറ. അപ്പൊ എല്ലാരും ബൈ പറ. ആ പാലം കണ്ടോ, അതാണ് നമ്മുടെ മിന്നൽ. എന്തായിരുന്നു ആ പാട്ട്? മിന്നൽ കയ്യിലിട്ട് കണ്ണനാണു നീ. അതെടുത്ത് ഇവിടെ ഈ പാലത്തേല. അങ്ങനെ ഫൈനലി നമ്മൾ ഇറങ്ങാറായി. കിടങ്ങറ പള്ളിയുടെ സ്റ്റോപ്പിലാണ്. ഇറങ്ങാം. അങ്ങനെ ഇറങ്ങേണ്ട സമയമായിരിക്കണം. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ടാറ്റ എടുത്തേ. ടാറ്റ. ലിവർ കൈകാര്യം ചെയ്യുന്നതാണ്. ടാറ്റ, ബൈ ബൈ.
അപ്പൊ പള്ളിയുടെ അവിടെ വന്ന് നമ്മൾ അറിയിക്കായിരുന്നു ബോട്ടിലെ ആളുകൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പം കിടങ്ങറ പള്ളിയുടെ സ്റ്റോപ്പിലാണ് ആ ബോട്ട് പോകുന്നത് കാവാലത്തിലേക്കാട്ടോ. കാവാലം ചെന്നിട്ട് ഇന്ന് അവരവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ തിരിച്ച് വീണ്ടും ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് കിടങ്ങറയ്ക്ക് വരും. ഇപ്പോൾ ഒറ്റ സർവീസേ ഉള്ളൂ കിടങ്ങറയ്ക്ക്. മറ്റേ വെള്ളപ്പൊക്ക സമയമാകുമ്പോഴത്തേക്ക് കുറേ സർവീസ് ഉണ്ടാവും, 3-4 സർവീസ് ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ് നമ്മളെ സ്വന്തം നാട്ടില് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കിടങ്ങറ വരെ നമ്മൾ ബോട്ട് സർവീസിൽ വന്ന് കുറച്ച് കാഴ്ചകളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയല്ലല്ലോ, എന്തോ സംഭവം പറയുന്നത് ഞാൻ മറന്നുപോയി. എന്താണേലും ഇവർക്ക് കുറേ സർവീസുകളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ബൈ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, അത് തന്നെ. ബൈ 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 ബൈ.